ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പുത്തുമലയിൽ നിന്നുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും ഇന്ന് സംസ്കരിക്കുമെന്ന തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അത് അവിടെ നിന്നുള്ള പുത്തുമലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, ഇന്ന് 3 മണി മുതൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നതാണ് നേരത്തെ മന്ത്രി കെ രാജൻ അറിയിക്കുകയും ചെയ്തത്. പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് ഈ ഏകോപനം എന്നും മന്ത്രി പറയുകയുണ്ട്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്? സിജു, ഏറെ ദുഃഖകരമായ അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഏകദേശം 160ഉം 31 പൂർണ്ണമായ മൃതദേഹങ്ങളും 160 മറ്റ് വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മൃതശരീരാവശിഷ്ടങ്ങളും ഒക്കെയാണ് ഇന്ന് ഇപ്പോൾ സംസ്കരിക്കുന്നത്. ഇന്നലെ 8ഓളം മൃതദേഹങ്ങളായിരുന്നു ഇവിടെ തന്നെ സംസ്കരിച്ചത്. ഇവിടെ പുത്തുമലയിൽ ഇപ്പോൾ മേപ്പാടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇവരുടെ ക്രമീകരണങ്ങൾ ഒക്കെയെന്ന്. ഏകദേശം 3:30 തന്നെ ബോഡി ഭാഗങ്ങളും ഒക്കെ ഇവിടെ എത്തിക്കുമെന്നാണ്. അതായത് 3 മണിയോടുകൂടിയിട്ട് മൃതശരീരങ്ങൾ 2-3 ഘട്ടങ്ങളായിട്ട് ഇങ്ങോട്ട് എത്തിക്കുന്നതാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ശരീരങ്ങൾ എത്തുകയും അതിനൊപ്പം തന്നെ ഫുള്ളായിട്ടുള്ള 31 മൃതശരീരങ്ങൾ ആദ്യം എത്തിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ഈ ശരീരഭാഗങ്ങളും അതിൻ്റെ ബാക്കിൽ തന്നെ വരുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ ഘട്ടത്തിലേക്ക് നമ്മളുടെ സജ്ജീകരണങ്ങൾ പൂർണ്ണമായിട്ടുള്ള മൃതശരീരങ്ങൾ സംസ്കരിക്കാനുള്ള കുഴികൾ നമ്മൾ ഇന്നലെ തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് 160ഓളം വരുന്ന ശരീരഭാഗങ്ങളാണ്. അത് മറവ് ചെയ്യാനുള്ള കുഴികൾ ഇതിൻ്റെ താഴെ ഭാഗത്തും നമ്മളെ ഇവരെ ബോഡി കൊടുന്ന് വെച്ച് സർവ്വമത പ്രാർത്ഥന നടത്തുന്ന സ്റ്റേജിൻ്റെ അപ്പുറത്തായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഈ പൂർണ്ണ ശരീരങ്ങൾ മറവ് ചെയ്യുന്നതോട് കൂടി തന്നെ ആ സമയം ആകുമ്പോഴത്തേന് ബാക്കി 160ഓളം കുഴികളും ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിപ്പോൾ തടസ്സമായിട്ട് കാണുന്നത് കാലാവസ്ഥ പ്രതികൂലമായിട്ട് വരുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായി വന്നാൽ ഇവരെ മറവ് ചെയ്യുന്നതിന് വലിയ പ്രതിസന്ധി നേരിടും. ആ ഒരു ഭയത്തിലാണ് ഞങ്ങളുടെ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ വളരെ ഇന്നലെ 8 മൃതദേഹങ്ങളോട് സംസ്കരിച്ചു. അത് സർവമത പ്രാർത്ഥനയും എല്ലാവരും നാട്ടുകാരും അയൽവാസികളും അവരുടെ കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് അവരെ യാത്ര അയച്ച് അതുപോലെ തന്നെ അവരെ ഈ മണ്ണിൽ ജീവിച്ച് ഈ മണ്ണിൽ വളർന്ന ആളുകളാണ് അവരുള്ളത്. അവരെ ഈ മണ്ണിൽ തന്നെ ഒത്തൊരുമിച്ച് ഒരുപോലെ തന്നെ ഇവിടുന്ന് യാത്ര അയക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് പൊതുശ്മശാനം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ HMLന്റെ ഭൂമിയിൽ നിന്ന് ഒരു 64 സെന്റ് ഭൂമി ഞങ്ങൾ പഞ്ചായത്തും MLA ഒക്കെ പാടെ ബന്ധപ്പെട്ട് ഇത് വാങ്ങിയെടുക്കുകയും അതിന് ഗവൺമെൻറ് അനുമതി നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2019 നടന്ന ഒരു പുത്തുമല പ്രളയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു സൈഡിലാണ് ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ മൊത്തം നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് സംസ്കരിച്ച് അവിടെ ബന്ധുമിത്രാദികൾക്ക് എപ്പോഴെങ്കിലും വന്ന് കാണാനും പോകാനും ഒക്കെ ഉള്ള വഴി സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് അവരെ സംസ്കരിക്കുന്നത്. സർവ്വമത പ്രാർത്ഥന നടക്കുന്നത് അപ്പുറത്താണ്. ആദ്യത്തെ 31 മൃതദേഹങ്ങൾ കൊണ്ടുവരിക, ആ ഭാഗത്ത് വെച്ച് സർവ്വമത പ്രാർത്ഥന നടക്കും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഏത് രൂപത്തിൽ വരികയാണെങ്കിലും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ വരുന്ന മുറയ്ക്ക് സർവ്വമത പ്രാർത്ഥനയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും മേലെ നടത്തിയിട്ടുണ്ട്. അത് നടത്താനുള്ള മതവിഭാഗങ്ങളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും 3 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ട് വരും. ഇന്നലെ ഒരുപാട് ലേറ്റായി, വൈകി രാത്രി അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് ഇതിന് നടപടി ഇത് അടക്കം ചെയ്ത് കഴിഞ്ഞ് ഇന്ന് അതിനെ ഒക്കെ നേരത്തെ നമുക്ക് തീർക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ആ വൈകുന്നേരം 8 മണിയോട് കൂടിയിട്ടാണ് ബോഡി എടുക്കാനുള്ള അനുമതി കിട്ടുന്നത്. പക്ഷേ അവരെ അടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു 4, 4:30, 5 മണിയാകുമ്പോഴത്തേന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റുമാണ് തീരുമാനിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് വിട്ടുകിട്ടിയ ബോഡികൾ അടക്കം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണുള്ളത്. ആ ഉത്തരവാദിത്തം പഞ്ചായത്ത് വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ ഞങ്ങൾ ഇന്നലെയുമുണ്ട്, ഇന്നുമുണ്ട്. അത് തീർക്കാനുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ 191ഓളം കുഴികളാണ് ഇപ്പോൾ ആവശ്യം. ഇന്ന് 191ഓളം കുഴികൾ ആവശ്യമുണ്ട്. 10 കുഴികൾ ഫുൾ ബോഡിക്കുള്ള റിസർവും വേണം. അത് നമ്മൾ ഈ 191 കഴിയുന്നതോട് മുറക്ക് തന്നെ 10 റിസർവ് കുഴികൾ ഞങ്ങൾ ഇവിടെ എടുത്തു വെക്കുന്നതായിരിക്കും.
സിജു, എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ DNA ടെസ്റ്റ് ആളുകളെ തിരിച്ചറിയുന്ന നടപടികൾ ഒക്കെ പൂർത്തീകരിച്ച് ജില്ലാ ഭരണകൂടവും ഇത്തരത്തിൽ സംസ്കാരം കൃത്യമായി നടത്താനുള്ള സംവിധാനം. ഇപ്പോൾ ഈ മേപ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ അവർ ആ വിഷയത്തിൻ്റെ ആ ദുരന്തത്തിൻ്റെ ആ വ്യാപ്തിയും ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഏറ്റവും മാന്യമായ രീതിയിൽ നടത്തുക എന്നുള്ളത്. 158 ശരീരഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 158 മനുഷ്യരുടെ മൃതദേഹമായി തന്നെ കണ്ടുകൊണ്ട് തന്നെ വേണം അത്തരത്തിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതും. ഇപ്പോൾ ഈ 191 കുഴികളും എടുത്തു കഴിഞ്ഞോ? അത് വിജിന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണ്? ഇന്നലെ 8 മൃതദേഹങ്ങൾ മാത്രമേ സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. ഇന്ന് 191 എന്ന് പറഞ്ഞാൽ വളരെ വലിയ സംഖ്യയാണ്. അതിനെടുക്കുന്ന സമയമുണ്ട്. ഇപ്പോൾ എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. കുഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞോ? സിജു, എന്തായാലും ആദ്യത്തെ 31 മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിക്കുക. അത് സംസ്കരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മറ്റ് ഉള്ളവർക്കായിട്ടുള്ള കുഴികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് JCB ഉപയോഗിച്ച് ഈ കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. തൊട്ട് പിറകുവശത്തായി, ഇതിനപ്പുറത്തെ പിറകുവശത്തായി അവിടെയും ഇതുപോലെ JCB ഉപയോഗിച്ച് കുഴികൾ എടുക്കുന്നു. ഒപ്പം തന്നെ സർവ്വമത പ്രാർത്ഥനയ്ക്കായിട്ടുള്ള പുരോഹിതന്മാർ ഒക്കെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏകദേശം 3:30 തന്നെ മൃതദേഹവും അതുപോലെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങളും ഒക്കെ ഇവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ആദ്യമായി അടക്കം ചെയ്യുന്ന ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. 8ഓളം പേരെയാണ് ഇന്നലെ സംസ്കരിച്ചത്. ഇന്ന് ആ നടപടികൾ ഒക്കെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ തന്നെ നേരത്തെ വ്യക്തമാക്കിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശരീരാവശിഷ്ടങ്ങളാണ് പലയിടത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ശരീരാവശിഷ്ടങ്ങളിൽ കൃത്യമായ DNA പരിശോധന, ആരാണ് ഇത് എന്ന വ്യക്തത ഒക്കെ വരുത്തേണ്ട സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കി ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒന്നും പൂർത്തീകരിക്കാതെ ഇങ്ങനെ ഒരു സംസ്കാര ചടങ്ങിലേക്ക് കടന്നാൽ അത് ഭാവിയിൽ ഇവരുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ മക്കൾക്കുമൊക്കെ ഇവരെ തിരിച്ചറിയുന്നതിനും അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ 31 പൂർണ്ണമായ മൃതശരീരങ്ങളും ഒപ്പം തന്നെ 158ഓളം വരുന്ന ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങളും ലഭിച്ച അവശിഷ്ടങ്ങളും ഒക്കെ ചേർത്താണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് സജ്ജീകരണങ്ങൾ ഒക്കെ നിലവിൽ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പിൽ കാണുന്ന ഭാഗത്തുള്ള 8 കുഴിമാടങ്ങൾ കാണാം. അവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകി 8ഓളം പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. ഈ ഭാഗത്തിന്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തിന് തൊട്ടടുത്തായിരുന്നു ഈ പുത്തുമല എന്ന് പറയുന്നത്. വലിയ തരത്തിലുള്ള അപകടം സംഭവിക്കുകയും പ്രളയം ഉണ്ടാവുകയും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി ഏകദേശം 12ഓളം പേരാണ് അന്ന് മരണമടഞ്ഞത്. അതിനുശേഷം ഈ നാട് പൂർണ്ണമായി വീണ്ടെടുത്ത് വരുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഒരു ദുഃഖം കൂടി പേറാനുള്ള യോഗം ഈ നാടിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ പറഞ്ഞതുപോലെ ഇവർക്ക് സ്വന്തമായി പഞ്ചായത്തിന് സ്വന്തമായി സ്ഥലമില്ലായിരുന്നു. പക്ഷേ ഇത്രയും ആളുകൾ ഒരുമിച്ച് മരണപ്പെട്ട സാഹചര്യത്തിൽ അവർ സ്ഥലം കണ്ടെത്തുകയായിരുന്നു. അത് വാങ്ങി ഈ സംസ്കാര ചടങ്ങുകൾ ഒരുമിച്ച് നടത്താനുള്ള അവസരം ഒരുക്കുകയായിരുന്നു. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഒരുമിച്ച് അന്തിയുറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും ഒരു വലിയ മഹാദുരന്തത്തിൽ ഒരുമിച്ചാണ് മരണം അവരെ എടുത്തുകൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അവർക്ക് അന്തിയുറങ്ങാനുള്ള സാഹചര്യം ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഒരുക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് സംസ്കരിക്കാൻ ഒരേ സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത്. ഇന്നലെയും സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെ നടത്തിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇന്ന് ഏറെ വൈകാതെ നേരത്തെ തന്നെ ഈ സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെ പൂർത്തീകരിച്ച് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ചെയ്യുക. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായി എത്തിയ മൃതശരീരങ്ങൾ അത് സംസ്കരിക്കും. അതിനെ തുടർന്ന് പുത്തുമലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പേരറിയാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യരുടെ 31 മൃതദേഹങ്ങൾ, 158 ശരീരഭാഗങ്ങൾ, അത് സംസ്കരിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ രക്ഷാദൗത്യവും ഒപ്പം തന്നെ മേപ്പാടി പഞ്ചായത്തും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അല്പസമയത്തിന് 3:30 കൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് വിജിൻ വായന്തോട് അവിടെ നിന്ന് നൽകുന്നത്.